ഹായ് ഫ്രണ്ട്സ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 ചാപ്റ്റർ 3 ന്യൂട്രീഷണൽ നീഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗമൊക്കെ നമുക്ക് കൂടുതലും ബയോകെമിസ്ട്രിക്കകത്തും ന്യൂട്രീഷനകത്തും വരുന്നുണ്ട്. സോ എന്താണ് ന്യൂട്രീഷൻ? സയൻസ് ഓഫ് ഫുഡ്, ന്യൂട്രിയൻസ്, അവയുടെ ആക്ഷൻസ്, ഹെൽത്തും ഡിസീസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് നമ്മൾ ന്യൂട്രീഷനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഫുഡ് കഴിക്കുന്നത്? കൊച്ചു ക്ലാസ് തൊട്ടേ നമ്മൾ കേൾക്കുന്ന അല്ലേ, ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തിനാണ് ഫുഡ് കഴിക്കണേ? എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, ടിഷ്യൂസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രോസസ്സുകൾ, ബോഡി പ്രോസസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം റെഗുലേറ്റ് ചെയ്യാനായിട്ട്, പിന്നെ ഇൻഫെക്ഷൻസൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒരു ഗുഡ് ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇൻഫെക്ഷൻസിനെയൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ഓൾറെഡി നമുക്കറിയാമല്ലോ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് ഓഫ് കോഴ്സ് വാട്ടർ. ഡൈജഷൻ മെക്കാനിക്കലും ഉണ്ട്, കെമിക്കലും ഉണ്ട്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ഇങ്ങനെ നമ്മൾ എടുക്കുന്നു, അത് ചവച്ചരയ്ക്കുന്നു, വിഴുങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു പാസേജ്, അതിനകത്തെല്ലാം പെടുന്നതാണ് ഈ മെക്കാനിക്കൽ ഡൈജഷൻ. കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ എല്ലാം സ്മോൾ മോളിക്യൂൾസ് ആയിട്ട് ചെറിയ ബ്രേക്ക് ഡൗൺ ആക്കി മാറ്റുക. ആരെ മാറ്റുന്നത്? എൻസൈംസ്. ഓൾറെഡി നമ്മൾ അനാറ്റമിയിലും ഫിസിയോളജിയിലും ഒക്കെ ഇതൊക്കെ പഠിക്കുന്ന അല്ലേ. ഓരോ ഇപ്പം വായിൽ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വയറിൽ ചെല്ലുന്ന കഴിയുമ്പം ഏതൊക്കെ എൻസൈംസ് ആണ്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അറിയത്തില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുകയല്ല. പിന്നെ എന്തിനാണ് ന്യൂട്രീഷണൽ അസസ്മെൻറ്റ്? മാൽ ന്യൂട്രീഷൻ്റെ റിസ്ക്, അതാണല്ലോ മെയിനായിട്ടും ഈ ഒരു ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന മാൽ ന്യൂട്രീഷനാണ്. അപ്പോൾ മാൽ ന്യൂട്രീഷൻ്റെ ആ ഒരു റിസ്ക് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട്, അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താണ്, നേരത്തെ തന്നെ റെഫർ ചെയ്യാനായിട്ടും നേരത്തെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം നേരത്തെ കണ്ടുപിടിക്കുക. പിന്നെ ആ ഒരു സപ്പോർട്ട്, ന്യൂട്രീഷണൽ സപ്പോർട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നു. പ്രത്യേകിച്ച് ചിൽഡ്രൻസിൻ്റെയൊക്കെ കേസിൽ ചൈൽഡ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നു. ന്യൂട്രീഷൻ എഡ്യൂക്കേഷനും കൗൺസിലിങ്സും ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇമ്മ്യൂണിറ്റിനെയും ഹീലിങ്ങിനെയും ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു റെസ്പോൺസ്, ഇതെല്ലാം അതിനെ ബാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫാക്ടേഴ്സൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏകദേശം കുറേ ഫാക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന ഒരു 8-10 ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. അപ്പം കസ്റ്റംസ് ആൻഡ് ബിലീഫിനകത്ത് നമ്മുടെ ഫാമിലിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ അതിനകത്ത് വഹിക്കുന്നുണ്ട്. ഇപ്പം ഫാമിലിയിലൂടെ പാസ് ചെയ്യുന്ന ചില ഫുഡ് ഹാബിറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. അതൊക്കെയാണ് ഈ കസ്റ്റംസ് ആൻഡ് ബിലീഫിനകത്ത് വരുന്നത്. റിലീജിയസ് ബിലീഫ് അനുസരിച്ചാണ് ഇപ്പം മുസ്ലിംസൊക്കെ എന്താണ്, പോർക്ക് കഴിക്കുകയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഹിന്ദുസൊക്കെ കൂടുതലും പ്രത്യേകിച്ച് ബ്രാഹ്മിൻസൊക്കെ അല്ലേ, നോൺ വെജിറ്റേറിയൻ ഫുഡ്സൊക്കെ ആയിരിക്കും കഴിക്കുക. വെജിറ്റേറിയൻ ഫുഡ്സ് ആയിരിക്കും കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിലീജിയസ് ബിലീഫ് അനുസരിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫുഡ് ഫാഡ്സ്, അതായത് ഫുഡ് പ്രിഫറൻസുകൾ. അവിടെ ഫുഡിൻ്റെ ചോയ്സ്, നമ്മുടെ ന്യൂട്രിയൻ നീഡ്സ്, എനർജി റിക്വയർമെൻറ്റ്സ്, ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ എന്താണ്, സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഡയറ്റുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലിം ആകാനായിട്ടുള്ള, അപ്പോൾ അങ്ങനെയുള്ള കുറേ പോപ്പുലർ ആയിട്ടുള്ള ചില ഡയറ്റുകളൊക്കെ കാണുമല്ലോ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ. അപ്പം അങ്ങനെയുള്ള ഡയറ്റ്സൊക്കെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഫുഡ് ഫാഡിനകത്ത് എഴുതേണ്ടത്. പിന്നെയാണ് ഫുഡ് ടാബൂസ്, അതായത് ചില സൂപ്പർസ്റ്റിഷ്യൻസൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ കാണും. ഇപ്പം പ്രഗ്നൻസിയുടെയൊക്കെ സമയത്ത് പപ്പായ കഴിക്കരുത്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ചില സൂപ്പർസ്റ്റിഷ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടും പറയാറുണ്ട്. ഇനി ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നോർത്ത് ഇന്ത്യൻസൊക്കെ എന്താണ്, കൂടുതലും ചപ്പാത്തിയൊക്കെ ആയിരിക്കും അല്ലേ, അതായത് വീറ്റ് ഫ്ലോർ ആയിരിക്കും. അതേസമയം നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ വരുമ്പം റൈസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ജോഗ്രഫിക്കൽ, അല്ലെങ്കിൽ ആ ഒരു കൾട്ടിവേഷനൊക്കെ പറ്റുന്ന ലാൻഡിനൊക്കെ അനുസരിച്ചുള്ള ക്രോപ്പുകളൊക്കെ ആയിരിക്കും അവിടെ നമ്മൾ ചെയ്യുന്നത്. ഇനി സോഷ്യോ എക്കണോമിക് ഫാക്ടർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതായത് എല്ലാവർക്കും ഒരുപോലെ തന്നെ അഫോർഡബിൾ ആണോ ഫുഡൊക്കെ വാങ്ങാനായിട്ട്? അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ്സൊക്കെ ചിലപ്പം ക്യാഷൊക്കെ കൊടുത്ത് മേടിക്കേണ്ടതൊക്കെ ആണെങ്കിൽ സാധാരണ ജനങ്ങൾക്കൊന്നും എപ്പോഴും അഫോർഡബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇൻകത്തിൻ്റെയൊക്കെ ബേസിസിലും ഇത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് കുക്കിംഗ് പ്രാക്ടീസസ്. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഓവർ കുക്കിങ്, അതുപോലെ ഇപ്പോൾ നമ്മൾ എക്സസീവായിട്ടൊക്കെ വാഷ് ചെയ്യുവാണെങ്കിൽ വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള കുക്കിംഗ് പ്രാക്ടീസുകൾ വിശദമായിട്ട് നമുക്ക് ന്യൂട്രീഷനകത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഹോട്ട് ആൻഡ് കോൾഡ് ഫുഡ്സ്, അതായത് ഇപ്പം ചില ഫുഡുകൾ നമ്മൾ ഹോട്ടായിട്ടും ചില ഫുഡുകളൊക്കെ നമ്മൾ കോൾഡായിട്ടുമാണ്
പറയാറുള്ളത്. ഇപ്പം മീറ്റ്, എഗ്ഗ്, ലെഗ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹോട്ട് ഫുഡ്സ് ആയിട്ടാണ് പറയുന്നത്. അതേസമയം ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്കും ഒക്കെ നമ്മൾ കോൾഡ് ഫുഡും ആയിട്ടാണ് പറയുന്നത്. അടുത്തത് BMR. BMRൻ്റെ ഫുൾ ഫോം എന്താണ്? ബേസൽ മെറ്റാബോളിക് റേറ്റ്. അപ്പം BMR കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ കലോറി റിക്വയർമെൻറ്റ്സും കൂടും. അപ്പം BMR എന്താ ശരിക്കും പറഞ്ഞാൽ, ഈ റെസ്റ്റിലായിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ബോഡി ഫങ്ഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു എനർജി വേണമല്ലോ. ആ ഒരു എനർജിയാണ് നമ്മൾ ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ BMR കൂടുമ്പം കലോറി റിക്വയർമെൻറ്റും കൂടും. അടുത്തൊരു കാര്യമാണ് SDA, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ. അതായത് നമുക്കറിയാം, നമ്മളിപ്പം ഫുഡൊക്കെ കഴിക്കുമ്പം അതെന്താ ഡൈജഷൻ നടന്നിട്ട് അബ്സോർപ്ഷനും ഒക്കെ നടന്നിട്ട് അതിൽ നമ്മൾ എനർജി എടുത്ത് നമ്മളെ പ്രോസസ്സുകൾക്കൊക്കെ എനർജി നമ്മൾ ബോഡിയിലേക്ക് യൂസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഒന്നും പഠിച്ചില്ലേ, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ന്യൂട്രിയൻറ്റിനും ഓരോ എനർജി ആയിരിക്കും ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അതിനെയാണ് നമ്മൾ SDA, സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ ഫാറ്റ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, അങ്ങനെയായിരിക്കും അത് പോകുന്നത്. ഇനി സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് ഹീറ്റ് ലോസ്, അതായത് റേഡിയേഷൻ വരെയുള്ള ഹീറ്റ് ലോസും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഹീറ്റ് ലോസ് പോയി കഴിഞ്ഞാൽ എനർജി നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. ഇനി സെക്സ് പറയുമ്പം സെക്സിനകത്ത് ഇപ്പം മെയിൽസിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നാണ് പറയുന്നത്, ഫീമെയിൽസിനെ വെച്ച് നോക്കുമ്പം. പിന്നെ ഏജ് പറയുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പം വളർന്നു വരുന്ന ഗ്രോയിങ് ചിൽഡ്രൻസിനായിരിക്കും, അവർ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത്. BMRും കൂടുതലായിരിക്കും. സോ അതാണ് ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്. അടുത്തത് ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്. ഇപ്പോൾ പ്രഗ്നൻസിയുടെയും ലാക്ടേഷൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് സാധാരണ ഉള്ളതിനേക്കാളും ഫുഡും ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ കൂടുതലായിരിക്കുമല്ലോ. പിന്നെ ചില ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ എടുക്കുവാണെങ്കിലും അപ്പോഴും ഉണ്ട്, ഡയബറ്റിസ് മെലിറ്റസ്, റീനൽ ഡിസോർഡർ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് സ്പെഷ്യൽ ഡയറ്റുകളും ഒക്കെ ആവശ്യമായിട്ട് വരും. പിന്നെ ക്ലൈമറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ്, അത് ഈ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഇപ്പം ഹോട്ട് വെതറൊക്കെ ആണെങ്കിൽ കൂടുതലും ഈ ലൈറ്റ് ഫുഡ്സും ചിൽഡ് ഫുഡ്സ്, അതായത് ഇപ്പം എന്താ പറയുക, ഫ്രൂട്ട്സ്, ഐസ്ക്രീം, ജ്യൂസസ്, ഇതൊക്കെ കഴിക്കാനല്ലേ നമുക്കൊരു താല്പര്യം കാണുക. അതാണ് അവിടെ പറയുന്നത് ഹോട്ട് വെതറിൻ്റെ കേസിൽ. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി, അടുത്തതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ഈ പറഞ്ഞ പോലെ എനർജി വർക്കിൻ്റെ ഇത് ലോഡ് കൂടുന്നതനുസരിച്ച് എനർജി യൂട്ടിലൈസേഷനും കൂടുതലായിരിക്കുമല്ലോ. അതാണ് ഫിസിക്കൽ ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെവി വർക്കേഴ്സിനൊക്കെ കൂടുതൽ എനർജിയൊക്കെ ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ ഫാക്ടറാണ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഫുഡിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്നോളജിയൊക്കെ അഡ്വാൻസ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷൻസ് ഒക്കെ ശരിക്കും ഇന്ത്യയിൽ കൂടുതലാണ്. എങ്കിൽ പോലും സെൽഫ് സഫിഷ്യൻ്റ് ആണ് ഇന്ത്യ. എങ്കിൽ കൂടിയും ഡിസ്ട്രിബ്യൂഷനിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരിലേക്കും ആ ഒരു ഫുഡ് ഐറ്റംസൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഇപ്പോഴും സാധാരണ ജനങ്ങളിലേക്കൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെ മാൽന്യൂട്രീഷനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചില മിക്കവാറും ഫുഡ് ഐറ്റംസൊക്കെ സ്പോയിലായിട്ട് കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ്. അപ്പോൾ അത് എല്ലാ ഫാക്ടേഴ്സും നമ്മൾ പഠിക്കുമൊന്നും വേണ്ട, ഓർത്തിരിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സൊക്കെ. കൂടുതൽ നമുക്കറിയാം ലിസ്റ്റ് ഡൗണിനകത്തൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് 2 മാർക്കിനൊക്കെ. ഓക്കെ, താങ്ക് യു.